പിന്നീട് എന്നെ വിവേകാനന്ദ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് അജിത് ദോവൽ നേതൃത്വത്തിൽ അദ്ദേഹം വന്ന് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. ഞാൻ ഐ ബിക്കാരനൊന്നുമല്ല കേട്ടോ, ഞാൻ സ്പൈ ഒന്നുമല്ല. പക്ഷേ അദ്ദേഹം അതിൻ്റെ ഡയറക്ടറായിട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ റിസർച്ച് തുടങ്ങി. അപ്പം അതിനൊരു നല്ല റിസർച്ച് സെൻ്ററാക്കി മാറ്റി. ദേശീയ സുരക്ഷ, നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയും, അതിന് ഗവൺമെൻറ്റുകളെ അഡ്വൈസ് ചെയ്യുക, എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുക, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിങ്ക് ടാങ്കുകളുണ്ട്. അതിലൊരു തിങ്ക് ടാങ്കാണിത്. അപ്പോൾ അന്ന് ദോവൽ സാബ് എന്നെ ഏൽപ്പിച്ചത് എൻ്റെ ഈ കേരളത്തിലെ ബാക്ക്ഗ്രൗണ്ടും ഈ JNUവിലെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കണ്ടിട്ട് നക്സലൈറ്റുകളെ കുറിച്ച് പഠിക്കാൻ എന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഈ നക്സലൈറ്റുകളുടെ അടുത്ത് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ പോയാൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഛത്തീസ്ഗഡിൽ പോവുക. ഛത്തീസ്ഗഡാണ് ഇവരുടെ മെയിൻ കേന്ദ്രം. അബൂജ്മാഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ റവന്യൂ റെക്കോർഡ്സിൽ പോലും അവിടുത്തെ ഒന്നുമില്ല. അവിടുത്തെ മനുഷ്യരൊന്നും നമ്മുടെ റവന്യൂ റെക്കോർഡ്സിൽ പോലും ഇല്ല. കാരണം അങ്ങോട്ട് കയറ്റിയിട്ടില്ല നക്സലൈറ്റിൽ അന്ന് മുതൽ, 60 70 മുതൽ അങ്ങോട്ട് കയറ്റിയിട്ടില്ല ഗവൺമെൻറ്റിന്. അപ്പം അതൊരു ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ടെറിട്ടറി അല്ല.